ഹായ് ഹലോ ഗ്രീറ്റിംഗ്സ് ഓഫ് ദ ഡേ. ഹൗ ടു സ്റ്റഡി എഫക്റ്റീവ്ലി എന്നുള്ള കാര്യത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് അഭിപ്രായങ്ങൾ ഹൗ ടു സ്റ്റഡി എഫക്റ്റീവ്ലി എന്നുള്ളതിനെ പറ്റി കേട്ടിട്ടുണ്ട്. വെള്ളത്തിൽ കാല് മുക്കി വെച്ച് പഠിക്കുക, വെളുപ്പിനെ എഴുന്നേറ്റ് പഠിക്കുക, ഉറങ്ങിയതിനു ശേഷം പഠിക്കുക, ഉറങ്ങാതിരുന്ന് പഠിക്കുക, അങ്ങനെ പല ടെക്നിക്കുകൾ നമ്മൾ നോക്കിയിട്ടുണ്ട് നമ്മുടെ ഈ സ്റ്റുഡൻറ് ലൈഫിൽ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്. പക്ഷേ എന്താണ് എഫക്റ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മുടെ സ്റ്റഡി ബെറ്റർ ആക്കാം എന്നുള്ളതിനെ പറ്റി സയന്റിഫിക്കലി എന്താണ് ഇപ്പോഴത്തെ റിസർച്ചേഴ്സും കാര്യങ്ങളും പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പം നാട്ടറിവുകളും പണ്ട് കേട്ടിട്ടുള്ള ശീലങ്ങളും എല്ലാം മാറ്റി വെച്ചേക്ക് ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം എ ക്ലീൻ സ്ലേറ്റ്. എന്താണ് നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി, ബ്രെയിൻ എങ്ങനെയാണ് ലേണിംഗ് എന്ന് പറയുന്ന മെക്കാനിസത്തെ കാണുന്നത്, അങ്ങനെയാണെങ്കിൽ ആ പ്രോസസ്സിൽ എവിടെയൊക്കെ നമുക്ക് ഇന്റർഫിയർ ചെയ്യാം, എന്തൊക്കെയാണ് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാലാണ് എഫക്റ്റീവ് ആയിട്ടൊരു സ്റ്റഡി പ്ലാനിലേക്ക് നമുക്ക് എത്താൻ പറ്റുക. സോ കൃത്യമായിട്ട് ഇന്ന സ്റ്റെപ്പ് തൊട്ട് ഇന്ന സ്റ്റെപ്പ് വരെ ചെയ്താലാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തെറ്റായ ഒരു അപ്രോച്ചാണ്. കാരണം ഓരോരുത്തരുടെയും രീതികളും അവരുടെ ഫിസിക്കൽ മെന്റൽ കണ്ടീഷൻസും എല്ലാം ഡിഫറെൻ്റ് ആണ്. സോ എന്താണ് ഇത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ മെക്കാനിസം എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരും അവരവർക്ക് പറ്റുന്ന ഏറ്റവും മികച്ച മാർഗങ്ങൾ കണ്ടെത്തുക, ഇംപ്രവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും മികച്ച രീതി. സോ ഹൂഎവർ ക്യാൻ ഡു ദാറ്റ് ബെറ്റർ ദേ വിൽ ഹാവ് എ കോമ്പറ്റീവ് എഡ്ജ്. പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ, അത് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഹാവ് എ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ്, അല്ലെങ്കിൽ ഒരു തിയറിറ്റിക്കൽ ഫ്രെയിം വർക്ക് ഓഫ് ഹൗ ദിസ് ഇസ് ഗോണ വർക്ക്. ഡ്രൈവ് ചെയ്യുന്നത് പലരും പല രീതിയിലാണ്. പക്ഷെ അതിന്റെ ബേസിക് തിയറി മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ ക്ലച്ച് എവിടെ, ആക്സിലേറ്റർ എവിടെ, ബ്രേക്ക് എവിടെ എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് നമ്മൾ നമ്മുടേതായ രീതിയിലേക്ക് ഡ്രൈവിംഗ് കൊണ്ടുപോകും. എന്ന് പറയുന്നത് പോലെ തന്നെ ഇതിന്റെ തിയറി എന്താണ്, അല്ലെങ്കിൽ ബ്രെയിൻ ആക്ടിവിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് സംഭവിക്കുന്നത് മനസ്സിലാക്കിയതിനു ശേഷം ഓരോരുത്തരും ഇൻഡിവിജ്വലി ദെയർ ബെസ്റ്റ് കണ്ടുപിടിക്കുക, അതിലേക്ക് മാക്സിമം പെർഫെക്ഷനോടെ എത്തുക. സോ ബിഫോർ ദാറ്റ് അതിന്റെ തിയറി എന്താണെന്നുള്ളത് വിശദമാക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. ലേണിംഗ് എന്ന പ്രോസസ്സിന് രണ്ട് ആസ്പെക്റ്റുകളാണ് ഉള്ളത്. ഒന്ന് ഗെറ്റിംഗ് തിങ്സ് ഇൻ ടു യുവർ ബ്രെയിൻ, രണ്ടാമത്തത് ഗെറ്റിംഗ് തിങ്സ് ഔട്ട് ഓഫ് യുവർ ബ്രെയിൻ. ഇത് രണ്ടും എഫക്റ്റീവ്ലി നടക്കുമ്പോഴാണ് ഒരു എക്സാമിന് അല്ലെങ്കിൽ ഒരു ടെസ്റ്റിന്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പഠിക്കുന്നത് അതിലേക്ക് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുകയുള്ളൂ. ഒരുപാട് പേര് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ നന്നായിട്ട് പഠിച്ചു പക്ഷെ ഒരു എക്സാമിന് എനിക്ക് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. കൃത്യസമയത്ത് ഉപകരിക്കാത്ത അറിവിനെ കൊണ്ട് നമുക്ക് യാതൊരു ഉപകാരവും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. സോ എങ്ങനെ അറിവ് ഉണ്ടാക്കാം എന്നുള്ളതിനോടൊപ്പം തന്നെ എങ്ങനെ അത് സക്സസ്ഫുള്ളി ടൈംലി റിട്രീവ് ചെയ്യാം എന്നുള്ളതും കൂടെ ചേരുമ്പോഴാണ് ലേണിംഗ് എന്ന പ്രോസസ് കംപ്ലീറ്റ് ആകുന്നത്. അപ്പം ഈ രണ്ട് പ്രോസസ്സും എങ്ങനെ ചെയ്യും എന്നുള്ളത്, അതിന്റെ തിയറി എന്താണ്, ഹൗ ഡസ് ഇറ്റ് വർക്ക് എന്നുള്ളതാണ് നമ്മൾ ഈ സീരീസിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. സോ ഇനിഷ്യലി നമ്മൾ ചെയ്യുന്നത് ഹൗ ടു ലേൺ എഫക്റ്റീവ്ലി എന്നുള്ളതിൻ്റെ അകത്ത് എങ്ങനെ ഹൗ ടു ഗെറ്റ് തിങ്സ് ഇൻ ടു യുവർ മൈൻഡ് എന്നുള്ളതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കും. അതിനുശേഷം ഹൗ ടു ഗെറ്റ് തിങ്സ് ഔട്ട് ഓഫ് യുവർ ബ്രെയിൻ എന്നുള്ളതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കും. ആൻഡ് ഹൗ ടു ഗെറ്റ് തിങ്സ് ഡൺ, ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഫോക്കസ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യും. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള ടെക്നിക്സുകളെ പറ്റി നമ്മൾ ഒന്നുകൂടെ ഒന്ന് അനലൈസ് ചെയ്യും. ഡേ ടു ഡേ ഹാബിറ്റ്സിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന നോട്ട് മേക്കിംഗ്, റീറീഡിങ്, ഹൈലൈറ്റിംഗ്, ഫ്ലാഷ് കാർഡ്സ്, പൊമഡോറോ ടെക്നിക്, അങ്ങനെയുള്ള നമ്മൾ കേട്ടിട്ടുള്ള ശീലങ്ങളെ നമ്മൾ ഈ തിയറിയുടെ ബേസിസിൽ ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കും. So that will be the crux of this series. So stay tuned. We will have a proper detailed discussion about what's happening around and get to know what this is.